മാർഗനിർദ്ദേശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സന്യാസാശ്രമങ്ങൾ ചേർന്ന് സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ചിന്മയ മിഷനിൽ ആണ് നേതൃസംഗമം നടക്കുക. സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം, ധാർമ്മിക അവബോധത്തിന്റെ കുറവ്, കുടുംബഛിദ്രത, ആത്മഹത്യാ പ്രവണത എന്നീ പ്രശ്നങ്ങളെക്കുറിച്ച് സന്യാസിമാർ സംവദിക്കും. വൈകിട്ട് താളിപ്പടപ്പ് മൈതാനത്ത് പൊതുസമ്മേളനം നടക്കും. മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, പറയൂ. മിഥുൻ പിള്ള, ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ധർമ്മ സന്ദേശയാത്ര ഇന്ന് കാസർഗോഡ് തുടങ്ങുകയാണല്ലോ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് തുടക്കമായി മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സന്യാസി വര്യന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി മംഗലാപുരം ഗോകർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ധർമ്മദീപം ധർമ്മ രഥത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു യാത്രയ്ക്ക് ഔദ്യോഗികമായൊരു തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ മധുരന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ദീപം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാനതല പര്യടനം ആരംഭിക്കുന്നത്. ഓരോ ജില്ലയിലും ഓരോ ദിവസം എന്ന രീതിയിൽ സന്യാസിമാർ നയിക്കുന്ന ഈ യാത്ര പുരോഗമിക്കും. ഈ മാസം അവസാനത്തോടു കൂടി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് അതിൽ ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും വിവിധ സാമ്പ്രദായിക സന്യാസിമാരും ആത്മീയ, താന്ത്രിക, ജ്യോതിഷ, ക്ഷേത്ര വൈദിക ആചാര്യന്മാരും കലാ, കായിക, സാമൂഹ്യ, വാണിജ്യ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രമുഖന്മാരെയും ഒക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നേതൃസംഗമങ്ങൾ ഓരോ ജില്ലയിലും ആ സന്യാസിവാര്യന്മാരുടെ നേതൃത്വത്തിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലാണ് ഇന്ന് രാവിലെ ഈ ഒരു പരിപാടി ഇന്നിപ്പോൾ നടക്കുക. സമൂഹത്തിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം, ധാർമ്മിക അവബോധത്തിന്റെ കുറവ്, കുടുംബഛിദ്രത, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഈ സന്യാസിമാർ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യും. ഈ ചർച്ചയിൽ എന്തൊക്കെ സമൂഹത്തിന് എന്തൊക്കെ കാര്യങ്ങളിൽ നന്മ വരേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായി മാർഗനിർദ്ദേശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസിമാർ ഒരുമിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമാവുകയാണ്. ഈ വാർത്ത കൂടുതൽ പ്രാധാന്യത്തോടെ വരും ബുള്ളറ്റിനുകളിൽ ജനം ടി വിയിലൂടെ പ്രേക്ഷകർക്ക് കാണാം. വിവരം നൽകുകയായിരുന്നു മിഥുൻ പിള്ള.